നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാതൊരു ടെൻഷനും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം, അതാണ് ഈ ഉണ്ണിയപ്പത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ള ഗോതമ്പ് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റാണിത്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ശർക്കര ഉരുക്കി അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 280 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചളക്കുമ്പോൾ 250 മില്ലിയുടെ കപ്പിന് 1 കപ്പും പിന്നെ ഒരല്പം കൂടി ഒരു 1-2 ടേബിൾ സ്പൂണും കൂടി ഉണ്ടാവും. ഇത് ഉരുക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോകൊന്നുമില്ല, പേടിക്കേണ്ട. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഉരുക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടങ്ങ് തണുക്കണമെന്നില്ല, നേരിയ ഒരു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. ഇനി മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 280 ഗ്രാം ഗോതമ്പ് പൊടി. പൊടിയുടെ അളവും അതുപോലെ ശർക്കരയുടെ അളവും തുല്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 നുള്ള് ബേക്കിംഗ് സോഡ, ഇത്രയും മതിയാവും, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. ഇനി ചൂടാറിയിട്ടുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കപ്പിൽ അളന്നാൽ ഇപ്പോൾ 1.5 കപ്പോളം ശർക്കരപ്പാനി ഉണ്ടാവും. ഇത് ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കാം. ശർക്കരപ്പാനി കൂടാതെ ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് തയ്യാറാക്കി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം. ഞാനിതിപ്പോൾ ചേർക്കുന്നില്ല, കാരണം എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അവന് കടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പം തന്നെ ഈ അപ്പം ചുട്ടെടുക്കാം. നമ്മൾ ആ എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അത്രയും നേരത്തെ ഒരു റെസ്റ്റിംഗ് ടൈം മതിയാവും ഇതിന്. ഇപ്പോൾ ഇവിടെ ചട്ടിയിലെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതുപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും. മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അപ്പം തന്നെ എണ്ണയിലേക്ക് ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ അങ്ങനെയുള്ള ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അല്പം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ മാവ് ഒഴിക്കുന്നത്. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. എണ്ണയുടെ ചൂട് ഒത്തിരി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളറ് മാറും, ഉൾവശം പാകത്തിന് വേകാതിരിക്കും. ഈ ഒരു സൈഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കേണ്ടത്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം വേണ്ടി വരില്ല. ഇതിപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കഴിഞ്ഞാൽ അധികം നേരം കുക്ക് ചെയ്യണ്ട, 1 മിനിറ്റ് പോലും വേണ്ട. ഇതിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു അളവിലെ മാവ് കൊണ്ട് എനിക്ക് 28 ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇത് 2 ദിവസം വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റും, കേടാവൊന്നുമില്ല. ഇനി അതിന് കൂടുതൽ ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എടുക്കേണ്ട സമയത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും. പച്ചരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.